എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ്. എന്നും നമ്മൾ ചെയ്യുന്നത് യോഗ, ഫേസ്, ബ്യൂട്ടി ടിപ്സ് അതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഒരുപാട് പേർക്ക് പ്രയോജനമുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, പലരുടെയും അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അത്യാവശ്യം കൗൺസിലിങ്ങും കുറച്ച് ഉപദേശങ്ങളും ഒക്കെ കൊടുക്കാറുള്ള ഒരു ആള് തന്നെയാണ്. അപ്പം പല പ്രശ്നങ്ങൾ വരുമ്പോഴും പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് പല പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനൊരു ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടിയും ഒരു കൗൺസിലിംഗ് ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ചില വസ്തുതകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ പേരൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മളൊന്ന് ഓർക്കണം, നമ്മുടെ പെൺകുട്ടികൾ നമുക്കൊരിക്കലും ഭാരമല്ല. നമ്മൾ പെൺകുട്ടിയെ വളർത്തി വളരെ സന്തോഷമായിട്ട് അവരെ കൊണ്ടുവന്ന് അവരുടെ വിവാഹപ്രായമാകുമ്പോൾ നമുക്ക് അവർക്ക് അനുയോജ്യമായ ഒരു വരനെ നമ്മൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവർ കണ്ടെത്തുകയോ എന്തുമായാലും നമുക്കൊരു കൂട്ടുകാരനെ, ഒരു വിവാഹത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് അവർക്കൊരു കൂട്ട് കൊടുക്കുകയാണ്. ഒരു പാർട്ട്ണറെ, ഒരു സുഹൃത്തിനെയാണ് നമ്മൾ കൊടുക്കുന്നത്, അവർ സന്തോഷമായിട്ട് ജീവിക്കാൻ. പക്ഷെ ആ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അത് നമുക്കൊരു ഭാരമാവരുത്. കാരണമെന്ന് വെച്ചാൽ പല ആൾക്കാരും വിവാഹം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ പെൺകുട്ടികളോട് പറയുന്നത് എന്താ, ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ള കാര്യമാണ്, പെൺമക്കളെ ഉപദേശിക്കുന്നതാണ്, നാളെ മുതൽ ഞങ്ങളല്ല നിന്റെ അച്ഛനും അമ്മയും, നിന്റെ അച്ഛനും അമ്മയും നിന്റെ ഭർത്താവിന്റെ അമ്മയും അച്ഛനാണ്. അതുപോലെ തന്നെ ഈ വീടല്ല നിന്റേത്, നിന്റെ ഭർത്താവിന്റെ വീടാണ് നിന്റെ വീട്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇത്രയും നാൾ വളർത്തിയെടുത്ത നമ്മുടെ മക്കളോട് അത് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു പ്രയാസം നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും മാനസികമായ വിഷമമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ പല പെൺകുട്ടികളും എന്നോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. ഞാൻ പറയും, എന്താ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ പേരൻസിനോട് പറയാത്ത എന്ത് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ വാക്കാണ്. ഞാൻ കേട്ടിട്ടുള്ളതുമാണ് പലരോട് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ അല്ല ഉപദേശിക്കേണ്ടത്. ഉപദേശിച്ചു കൊടുക്കണം. മോളെ, ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മോളുടെ അച്ഛനും അമ്മയും സ്നേഹിച്ചതുപോലെ തന്നെ മോളുടെ ഭർത്താവിന്റെ അമ്മയും അച്ഛനെയും സ്നേഹിക്കണം. നമ്മുടെ വീട് പോലെ തന്നെ നീ പോകുന്ന വീടും നീ കരുതി ജീവിക്കണം. അങ്ങനെയാണ് പറയേണ്ടത്. അല്ലാതെ അതാണ് നിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ അച്ഛനും അമ്മയും അല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം നമ്മൾ അറിയുന്നതേ ഇല്ല. നമ്മൾ വെറുതെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും അങ്ങനെ അല്ല പറയേണ്ടത്. നമുക്കപ്പൊ അങ്ങനെ ആയി വരുന്ന സമയത്ത് അവർക്കൊരു പ്രശ്നം ഉണ്ടാകും. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഉപദേശിച്ചു കൊടുക്കാറുണ്ട്, എല്ലാം നീ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇനി എന്ത് പ്രശ്നം വന്നാലും നീ അവിടെ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോണം, വിട്ടുവീഴ്ച ചെയ്ത് ജീവിച്ചോണം. തീർച്ചയായിട്ടും വൈവാഹിക ജീവിതത്തിൽ ഉറപ്പായിട്ടും വേണ്ടുന്ന ഒരു കാര്യമാണ് വിട്ടുവീഴ്ച മനോഭാവം. അത് തീർച്ചയായിട്ടും വേണം, നമുക്ക് എല്ലാവർക്കും വേണം. അത്യാവശ്യം അഡ്ജസ്റ്റ്മെന്റും ഒക്കെ വേണം, അത്യാവശ്യമാണ്. പക്ഷെ അത് എല്ലായ്പ്പോഴും നീ എന്ത് കേട്ടും കണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. ആ കുഞ്ഞ് ഉരുകിയാണ് ആ വീട്ടിൽ ജീവിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, അവർക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല. എന്നുവെച്ചാൽ അവളുടെ പേരൻസ് എന്ന് പറയുന്നത് ഇങ്ങനല്ലേ, നീ എന്ത് ചെയ്താലും നീ ഇങ്ങോട്ട് വരരുത്, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലേക്കല്ല വരേണ്ടത്, എന്ത് സഹിച്ച് നീ ആ വീട്ടിൽ നിന്നോണം. അങ്ങനെ ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്, തെറ്റാണത്. നമ്മൾ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഇടപെടരുത്. അത് സത്യമായ ഒരു വസ്തുതയാണ്. പക്ഷെ ആവശ്യത്തിന് ഇടപെടണം. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ആ പെൺകുട്ടി നമ്മളെ വിളിച്ചു പറയുമ്പോൾ അതിന്റെ വസ്തുത, സത്യം എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇടപെടേണ്ടയാണെങ്കിൽ, പേരൻസായ നമ്മൾ ഇടപെടേണ്ടയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾ ഇടപെടണം. അല്ലാതെ നമ്മൾ ഒരു സപ്പോർട്ടും ചെയ്യാതെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് എവിടെ അയച്ചാലും അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നീ അവിടെ നിന്നോ, നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോ എന്ന് പറയുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ആ പെൺകുട്ടിക്ക് പ്രയാസമാണ് അവിടെ ഉണ്ടാകുന്നത്. എന്നെ ആര് സപ്പോർട്ട് ചെയ്യാനില്ല, എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യാനില്ല. പ്രശ്നം വരുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഹസ്ബൻഡുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി അത് സീരിയസ് ആവുന്ന ഒരു അവസ്ഥയിൽ ആ കുട്ടി എന്താണ് ആലോചിക്കുന്നത്, എനിക്ക് എൻ്റെ പാർട്ട്ണർ എനിക്ക് സപ്പോർട്ടല്ല, അവരുടെ വീട്ടുകാർ സപ്പോർട്ടല്ല, പിന്നെ എൻ്റെ വീട്ടുകാരും സപ്പോർട്ടല്ല. അങ്ങനെ വരുമ്പോൾ ആ കുട്ടി എവിടെയാണ് പോകുന്നത്? അപകടങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ മീഡിയയിലും പത്രത്തിലും ഒക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്.
പെൺകുട്ടി ചെയ്യുന്ന എന്താണ്? അവർ സൂയിസൈഡിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഒരു സപ്പോർട്ടില്ല, ഒരു സ്നേഹമായ വാക്കില്ല. പലരും ആ പേരൻസിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ പല പ്രശ്നങ്ങളിലും പെൺകുട്ടികൾ ഇന്ന് ചാടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ആ മോളെ അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ഞങ്ങളുണ്ട് നിന്റെ കൂടെ, നീ എങ്ങി പോരെ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം, എന്തും നമ്മളോട് ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. ആ കുട്ടിക്ക് ഒരു വിഷമം വരുമ്പോൾ ആ പേരൻസിനോട് അവർക്ക് തുറന്നു പറയാനുള്ള പരസ്പര ആ ഒരു വൈകാരിക ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ മക്കളുമായിട്ട്. എന്നാൽ മാത്രമേ അവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യത്തുള്ളൂ. അപ്പൊ അവർക്ക് തോന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ എൻ്റെ വീട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യും, എന്ന് വെച്ചാൽ അവർ എന്നെ കൈവിടില്ല എന്നൊരു ഉപബോധ മനസ്സിലാ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, അത് എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം അല്ലെങ്കിൽ പേരൻസ് നോക്കിക്കോളും എന്നല്ല പറഞ്ഞത്. ആ ഒരു സ്നേഹം, ഒരു സപ്പോർട്ട് കൊടുക്കണം നമ്മൾ തീർച്ചയായിട്ടും. പല പെൺകുട്ടികളും അനുഭവിക്കുന്നത് എങ്ങനെയാണ്? വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ അവർക്ക് ഒരു സ്ഥാനവും ഇല്ലാതാവുകയാണ്. ഇനി നീ അവിടെ നിന്നോ, ഇനി ഇങ്ങോട്ടൊരു ബന്ധവും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മൾ ജനിച്ചു വളർന്ന വീട്, നമ്മുടെ മക്കൾ ജനിച്ചു വളർന്ന വീട്ടിൽ, ആ വീട്ടിലേക്ക് ആ പെൺകുട്ടിക്കൊന്ന് കയറി വരാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ള പെൺകുട്ടികളെ എനിക്കറിയാം, എന്നോട് ഷെയർ ചെയ്യാറുള്ളതാണ്. എന്നുവെച്ചാൽ കാരണം പല കാരണങ്ങളും ഉണ്ട്. ചിലപ്പോൾ എല്ലാം വിറ്റുപറക്കിയായിരിക്കും പെൺകുട്ടി വിവാഹം കഴിച്ച് അയക്കുന്നത്. പല സാഹചര്യമാണ് മനുഷ്യനുള്ളത്. എന്നിരുന്നാലും അങ്ങനെ സംഭവിച്ചാൽ തന്നെയും ചിലപ്പോൾ അതിന്റെ ഇളയ പിള്ളേർ കാണും, 2-3 പെൺകുട്ടികൾ കാണും. അപ്പൊ പറയും, നിന്നെ ഞങ്ങൾ എങ്ങനെയും വിവാഹം കഴിച്ച് അയച്ചു, ഇനി നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നീ അവിടെ തന്നെ അങ്ങ് നിന്നോണം, നീ ഇങ്ങോട്ട് വരരുത്, നീ അത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേണം, ഇവിടെ അല്ല സ്ഥാനം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് അവിടോട്ട് കയറി വരാൻ തന്നെ തോന്നില്ല. പക്ഷെ 2-3 പെൺകുട്ടികൾ ഉണ്ടായാലും, എത്ര പെൺമക്കൾ ഉണ്ടായാലും ആൺമക്കളുണ്ടായാലും അത് അവർ നമ്മുടെ മക്കളാണ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വീട് ചിലപ്പോൾ കാണത്തില്ല, വിവാഹമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാം വിറ്റുപറക്കി പോകും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും നമ്മളൊരു വാടക വീടെങ്കിലും കാണില്ലേ, ആ വീട്ടിലും ആ ഒരു സ്ഥാനം ആ മകൾക്കുണ്ടായിരിക്കണം. അവൾക്ക് വന്നാലൊന്ന് കയറി കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. പല പെൺകുട്ടികളും പറയാറുണ്ട്, നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂം പോലും ഇല്ല, നമ്മൾ എവിടെയെങ്കിലും അങ്ങ് ഒതുങ്ങി കൂടുകയാണെന്ന്. അങ്ങനെ ആവരുത്. അവർക്ക് വലിയ സ്വീകരണം കൊടുക്കണമെന്നല്ല, അവർക്ക് പണ്ട് അവരെങ്ങനെയാണോ അതുപോലൊരു സ്നേഹമായ വാക്കും അവിടെ ഒന്ന് ഉറങ്ങാനുള്ള ഒരു സാഹചര്യവും അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ പെൺകുട്ടികൾ അപകട മേഖലകളിലേക്ക് പോകില്ല. തീർച്ചയായിട്ടും പല പേരൻസിന്റെയും പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പം ഈ പെൺകുട്ടികൾ പല സൂയിസൈഡിലേക്ക് പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം എന്ന് വെച്ചാൽ എന്നോട് പലരും ഷെയർ ചെയ്തപ്പം എന്നോട് ഞാൻ പറഞ്ഞത് പേരൻസിനോട് പറയാത്ത എന്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട്, അയ്യോ ടീച്ചറെ അത് പറയാൻ പറ്റത്തില്ല, അവരെനിക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല, അവർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെ, നീ എന്തുണ്ടെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇത് പറയാൻ മെയിനായിട്ട് കാരണം എനിക്കുണ്ട്. അതുകൊണ്ടാന്ന് വെച്ചാല് 1-2 ആൾക്കാർ ഇതുപോലെ സൂയിസൈഡിന്റെ വക്കിൽ നിന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർ രക്ഷപ്പെട്ട് സന്തോഷമായിട്ട് ഫാമിലി ആയിട്ട് തന്നെ അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ജീവിക്കുന്നത്. പേരൻസ് ഇടപെട്ടുകൊണ്ടാണ്. നമ്മൾ പേരൻസിനും ക്ലാസ് എടുത്തു കൊടുത്തു, എന്ന് വെച്ചാൽ പേരൻസിനോട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത്. പക്ഷെ അങ്ങനെ എല്ലാവരും ചെയ്യുന്നില്ല, എല്ലാവരും ചെയ്യണമെന്നില്ല. അപ്പൊ കുറെ ആൾക്കാർക്ക് അത് ഇപ്പോഴും പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോണം അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ അവരുടെ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തിടത്തും ഇടപെടരുത്, ഒരിക്കലും ഇടപെടരുത്. നമ്മുടെ മക്കളെ വിവാഹം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ അവർ സന്തോഷമായിട്ട്, അല്ലാതെ അവരുടെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കുകളും ഒക്കെ കാണും, പിണക്കങ്ങളൊക്കെ, അതിലൊന്നും നമ്മൾ ഇടപെടാൻ പോരുത്. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പക്ഷെ നമ്മുടെ ഒരു നോട്ടം എപ്പോഴും അവരിലുണ്ടായിരിക്കണം. അവർക്കൊരു പ്രശ്നം വന്നാല് അവരുടെ അവരടുത്ത് നമ്മൾ ചെന്ന് കയറി അങ്ങ് ഇടപെടണമെന്നല്ല പറഞ്ഞത്. പക്ഷെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഇടപെടാനുള്ള ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാവണം. ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ഒരു പ്രശ്നം സീരിയസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മോളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അവരുടെ ഒരു സ്നേഹമായ വാക്ക് കൊണ്ട്, ആ വാക്ക് മതി. ചിലപ്പോൾ ഫിനാൻഷ്യലായിട്ട് നമുക്ക് പറ്റത്തില്ല, സാമ്പത്തികമായിട്ട് നമ്മളെ അവർക്ക് സഹായിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. പെൺമക്കളെ പഠിപ്പിക്കുകയാണ് വേണ്ടുന്നത്. വിവാഹം 2ാമത്തെ കാര്യമാണ്. പഠിപ്പിക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ജോലി ഉണ്ടാക്കി കൊടുക്കുക. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർ തന്നെ ജോലി ഉണ്ടാക്കിക്കോളും. അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 2ാമത്തെയാണ് വിവാഹം. അങ്ങനെ നമ്മൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവരുടെ വൈവാഹിക ബന്ധത്തിലൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും അവർക്ക് ഒറ്റയ്ക്കായാലും അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പം മാതാപിതാക്കളെ സാമ്പത്തികമായി അവര് ബുദ്ധിമുട്ടിക്കത്തില്ല. മാതാപിതാക്കളെ സഹായിക്കാനുള്ള ഇതുണ്ട് പെൺമക്കൾക്ക്. ചില ആൾക്കാർ പറയൂ ആൺമക്കളാണ് നോക്കേണ്ടത്, പെൺമക്കളൊന്നും, അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തിയ മക്കൾക്ക് നല്ലൊരു വരുമാനമൊക്കെ കിട്ടുവാണെങ്കിൽ അതിലൊരു അംശം തീർച്ചയായിട്ടും പേരൻസിന് കൊടുക്കാം.
ആൺമക്കൾ മാത്രമല്ല കൊടുക്കേണ്ടത്, പല വീടുകളിലും ആൺമക്കളെ ഇങ്ങനെ ഊറ്റിയെടുക്കുകയും പെൺമക്കളെ വെറുതെ വിടുന്ന അങ്ങനെ ഒരുപാട് നമുക്കറിയാവുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. പെണ്ണിനും ആണിനും എല്ലാം ഒരുപോലെയാണ്. ഒരു സ്വന്തം പേരൻസിന് കൊടുക്കുന്നതിന് ഒരിക്കലും ഭർത്താവിന്റെ അനുവാദം വേണ്ട. അത് അവളുടെ സ്വാതന്ത്ര്യമാണ്. അവളെ പഠിപ്പിച്ച് വളർത്തിയവർക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടത് അത് അവളുടെ ആഗ്രഹം. ഇത് പറയാനും കാരണം ഉണ്ടായിട്ടാണ് പേരൻസിനെ തിരിഞ്ഞു നോക്കാത്ത പെൺകുട്ടികളെ നമുക്കറിയാം. എന്നുവെച്ചാൽ കാരണം ചോദിച്ചുമ്പോ എന്താ പറയുന്നത്, അത് ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല, അവരുടെ ഒന്നും അനുവാദത്തിന്റെ ആവശ്യമില്ല, സ്വന്തം ജോലി ഉണ്ടെങ്കിൽ. അതാണ് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വിദ്യാഭ്യാസവും ജോലിയുടെ ആവശ്യം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, തീർച്ചയായിട്ടും നമ്മുടെ പെൺമക്കളെ നമുക്ക് ഭാരമല്ല. അവരെ വിവാഹം കഴിച്ചെന്നും പറഞ്ഞ് അവരിൽ നിന്നും അവരെ നമ്മളിൽ നിന്ന് വിട്ടയച്ചു കളയുകയല്ല. അവര് മറ്റൊരു വീട്ടിലേക്ക് സന്തോഷത്തോടെ പറഞ്ഞു വിടുകയാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ വീട്ടിൽ അവർക്കൊരു സ്ഥാനം ഉണ്ടാണ്. എപ്പോഴും അവർക്ക് കയറി വരാനും സന്തോഷത്തോടെ ഇരിക്കുവാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. സ്നേഹമാണ് അവിടെ വേണ്ടുന്നത്. നമ്മുടെ പെൺമക്കൾക്ക് നമ്മളോട് അത് പറയാനുള്ള ഒരു അടുപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പലർക്കും പേടിയാണ് പറയാൻ. അയ്യോ, അമ്മയ്ക്കും അച്ഛനൊക്കെ അവർ കഷ്ടപ്പെട്ട് വളർത്തി കിട്ടില്ല, അവരോട് പറയുമ്പോൾ അവർക്ക് എന്ത് വിഷമമാണ്. അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാക്കിയതാണ്, എന്നെ അച്ഛൻ വഴക്ക് പറയും, അമ്മ വഴക്ക് പറയും. അങ്ങനെ വഴക്ക് പറഞ്ഞ് പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്ത ആൾക്കാരെ നമുക്കറിയാവുന്നതാണ്. ഒരുപാട് പേരങ്ങനെയുണ്ട്. പേരൻസ് വീട്ടിലോട്ട് വന്നു കയറിയപ്പോൾ അവരും ഇറക്കി വിട്ടു കഴിഞ്ഞപ്പം ഹസ്ബൻഡിന് സപ്പോർട്ടില്ല, ഹസ്ബൻഡിന്റെ വീട്ടുകാരും സപ്പോർട്ടില്ല, സ്വന്തം ജന്മം കൊടുത്ത അച്ഛനും അമ്മയും സപ്പോർട്ടില്ലെങ്കിൽ ആ പെൺകുട്ടി തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്? അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ വിദ്യാഭ്യാസവും വിവരവും ജോലിയുള്ളവരൊന്നും ചെയ്യത്തില്ല. ഒരുപാട് പേരങ്ങനെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പം നമ്മൾ അവരെ ഒന്ന് കരുതണം, ഒന്ന് പിടിച്ചു നിർത്താൻ. എന്ത് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ പിടിച്ചു നിർത്തണം എന്നല്ല പറയുന്നത്. അതിന് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ സമൂഹത്തെ ഭയന്ന് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നല്ല വിചാരിക്കേണ്ടത്. അവരെ നമ്മളോടൊപ്പം കൈകോർത്ത് സ്നേഹത്തോട് നമ്മളോട് അടുപ്പിക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ട്. വെച്ചാൽ ഒരുപാട് എൻ്റെ സ്റ്റുഡൻസിൽ തന്നെയൊക്കെയുള്ള പല കുട്ടികളും എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ ഫാമിലിയിലെ കാര്യങ്ങൾ. അപ്പോഴെല്ലാം ഞാൻ പറയും, പേരൻസിനോട് പറയാത്ത എന്തെന്ന് പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നതാണ്, എൻ്റെ പേരൻസ് സപ്പോർട്ട് ചെയ്യത്തില്ല, അവര് പറയുന്ന കാര്യം ഇങ്ങനെയൊക്കെയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന്. ഒരിക്കലും അങ്ങനെ പറയരുത്. അഡ്ജസ്റ്റ് ചെയ്യണം ആവശ്യത്തിന്. പക്ഷെ അവർക്കൊരു പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഇടപെടണം. നമ്മുടെ മക്കളാണ്, നമ്മൾ ജന്മം കൊടുത്ത് നമ്മൾ വളർത്തിയ മക്കള്, പെൺമക്കളാണ്, പെൺമക്കൾ മറ്റൊരു വീട്ടിലേക്ക് പോകാനുള്ള എന്നൊരു ധാരണയെ മാറ്റണം. അവരെത്ര കാലം അവരുണ്ടോ അവർ നമ്മുടെ മക്കൾ തന്നെയാണ്, അവരുടെ അമ്മയും അച്ഛനും നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മൾ പറയാനുള്ളത് നമ്മളെ പോലെ അവരെയും സ്നേഹിക്കണം എന്നാണ് പറയേണ്ടത്. നമ്മുടെ വീടിനെ പോലെ ആ വീടിനെയും കാണണമെന്നാണ് പറയേണ്ടത്. അല്ലാതെ നിന്റെ അച്ഛനും അമ്മയും ഞാനല്ല, ഈ വീട് നിന്റെയും അല്ല, അതാണ് എന്നല്ല മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുക, പെൺമക്കളാണെന്നും പറഞ്ഞ് മാറ്റി നിർത്താതിരിക്കുക. അവർക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസവും സംസ്കാരവും ജോലിയും എല്ലാം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയുള്ള എല്ലാ കമന്റുകളും നിങ്ങൾ ഇടുക. നിങ്ങൾ ഇടുമെന്ന് എനിക്കറിയാം. നന്ദി.